സംസ്ഥാനത്തെ പാരമ്പര്യ ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും മുകളിൽ ഉദ്യോഗസ്ഥരുടെ സർക്കുലർ വേണ്ടെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാറും വ്യക്തമാക്കി. തൃശൂരിൽ നടന്ന ഉത്സവ രക്ഷാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും നിയന്ത്രിച്ച ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആരോപണം ഉന്നയിച്ചാണ് തൃശൂരിൽ ഉത്സവരക്ഷാ സംഗമം സംഘടിപ്പിച്ചത്. പാരമ്പര്യാഘോഷങ്ങൾ തനതായ രീതിയിൽ തന്നെ നിലനിൽക്കണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എ.സി. മൊയ്തീൻ പറഞ്ഞു. നിയമവിധേയമായി നടത്തുന്ന കാര്യങ്ങൾക്ക് പോലും അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം അതിൻ്റെ ഭാഗമായി കേരളത്തിലെ നാനാ വിഭാഗം ആളുകളും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം ഉത്സവങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളും അതെല്ലാം സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഉത്സവങ്ങളെ അട്ടിമറിക്കും വിധം ഉദ്യോഗസ്ഥരുടെ സർക്കുലറുകൾ വേണ്ടെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാറും വ്യക്തമാക്കി. നാട്ടാന പരിപാലന നിയമത്തിന്റെ ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പിന്നെ ചട്ടത്തിന്റെയും നിയമത്തിന്റെയും മുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ സർക്കുലർ നടപ്പാക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് കർക്കശമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് തീരുമാനമായിട്ടുണ്ട്. ആ പുതിയ സർക്കുലർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശ പണം പറ്റി ഉത്സവങ്ങളെ അട്ടിമറിക്കാൻ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണമാണ് സംഗമത്തിൽ അധ്യക്ഷനായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. ഉന്നയിച്ചത്. തൃശൂർ പൂരം വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും ഉൾപ്പെടെ ഭംഗിയായി മുൻകാലങ്ങളിലേതുപോലെ തന്നെ നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനവും ഈ സംസ്ഥാനത്ത് ഒരു ഭരണകൂടവും ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ തൃശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾ വെടിക്കെട്ടും ആനയും അമ്പാരിയുമായി പഴയ പ്രൗഢിയോടെ നടത്തിയിരിക്കും. അപ്പോൾ ഈ എഴുതിയവർ വാഴ വയ്ക്കാൻ പോകണം. വിത്ത് ഞാൻ പത്തനാപുരത്ത് നിന്ന് സൗജന്യമായി എത്തിച്ചു തരും. ചടങ്ങിൽ CN ജയദേവൻ MP, കെ രാജൻ MLA, തൃശൂർ അതിരൂപതാ മെത്രാൻ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. റിപ്പോർട്ടർ, തൃശൂർ.